കൊച്ചിയിലെ കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിൽ വീണ്ടും കൂട്ട രോഗബാധ എന്ന വാർത്ത. 25-ലധികം ആളുകൾക്ക് വയറിളക്കവും ഛർദിയും പിടിപെട്ടു. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ വീണ്ടും ചേരുന്നു. ശ്യാം, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് കൂടുതൽ രോഗികൾക്ക് ഈ രോഗം പിടിപെട്ടോ? SK, നിലവിൽ ഇപ്പോൾ ഈ ഫ്ളാറ്റിനുള്ളിൽ ആരോഗ്യ വകുപ്പിൻ്റെയും ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ സർവേ നടക്കുകയാണ്. കാരണം കഴിഞ്ഞ 3 ദിവസത്തിനിടയിലാണ് 25-ലധികം ആളുകൾക്ക് വയറിളക്കവും ഛർദിയും ഉൾപ്പെടെ ഉണ്ടാകുന്നത്. ഇവർ ആശുപത്രികളിൽ ചികിത്സ തേടുകയും വീട്ടിൽ വിശ്രമിക്കുകയും മരുന്ന് കഴിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും പേർക്ക് രോഗബാധ ഉണ്ടായിട്ടും, പ്രത്യേകിച്ച് 6 മാസം മുൻപാണ് ഇവിടെ 250-ലധികം ആളുകൾക്ക് രോഗബാധ ഉണ്ടാകുകയും കുട്ടികളടക്കം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ ഈ വിവരം വീണ്ടും ആരോഗ്യവകുപ്പിൽ നിന്നും മറച്ചു വെക്കാനാണ് ഈ ഫ്ളാറ്റിന്റെ അധികൃതർ ശ്രമിച്ചത്. ഏതായാലും വിവരമറിഞ്ഞാണ് ആരോഗ്യവകുപ്പിന്റെയും നഗരസഭയുടെയും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇപ്പോൾ ഈ പരിശോധനകൾ നടത്തുന്നത്. ഇവിടെയുള്ള വാട്ടർ സാമ്പിളുകൾ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. 3 സാമ്പിളുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ സാമ്പിളുകൾ പുറത്തുനിന്ന് വരുന്ന വെള്ളം ഉൾപ്പെടെ ഇവിടെ ഉപയോഗിക്കുന്നുമുണ്ട്. ഏതായാലും ആ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എത്ര രോഗികൾ ഇപ്പോൾ ഉണ്ട്, 25 തന്നെയാണോ അതിൽ കൂടുതലാണോ എന്നുള്ളത് സർവേ നടത്തി കണ്ടെത്തുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രമം. ഏതായാലും അതിനുള്ള നടപടികൾ ഇപ്പോൾ ഈ ഫ്ളാറ്റിനുള്ളിൽ നടന്നു വരികയാണ്. പക്ഷേ ഈ വിവരം ആരോഗ്യവകുപ്പിൽ നിന്നും മറച്ചു വെച്ചതിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം നേരത്തെയും ഇതേ സംഭവം ഇവിടെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിലാണ് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ കാണുന്നത്. നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റുകളിൽ പരിശോധന നടത്തുകയാണ്. വലിയ ഫ്ളാറ്റ് സമുച്ചയമാണ്, 2000-ലധികം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും കണ്ട് പരിശോധിക്കുക ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോഴും അതിന്റെ സർവേകൾ തുടരുകയാണ്. SK, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.